ഹായ് ഓൾ, ഞാൻ തൻസീർ, കോ-ഫൗണ്ടർ ഓഫ് വനാഗോ ടൂർസ് ആൻഡ് ട്രാവൽസ്. രുചിയുടെ നഗരമായ ഹൈദരാബാദിലേക്കൊന്ന് പോയിവരാം. ഒരു ഹൈദരാബാദ് ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഹൈദരാബാദ് നമുക്കൊരു 3 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ നഗരമാണ്. ഈ നഗരത്തിൽ തന്നെ രുചിയുടെയും കലയുടെയും സംസ്കാരത്തിൻ്റെയും ചരിത്ര സ്മാരകങ്ങളും എല്ലാം നിറഞ്ഞ ഒരു സിറ്റിയാണ് ഹൈദരാബാദ്. കേരളത്തിൽ നിന്ന് 3 വഴിമാർഗം നമുക്ക് ഹൈദരാബാദിലെത്താം. ഒന്ന് ഫ്ലൈറ്റും, അതുപോലെ ട്രെയിനും, മറ്റൊന്ന് ബസ്സും. അപ്പോൾ ഹൈദരാബാദ് രാവിലെ എത്തുന്ന രീതിയിലുള്ള ഫ്ലൈറ്റും, അതേപോലെ ട്രെയിന് പോവുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഡെയിലി റൺ ചെയ്യുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ശബരി എക്സ്പ്രസ് ആണ്. പിറ്റേ ദിവസം 11 മണിക്കാണ് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഇനി ബസ്സാണെങ്കിൽ കോഴിക്കോട് നിന്നും അതേപോലെ എറണാകുളത്തു നിന്നൊക്കെ ഹൈദരാബാദിലേക്ക് ബസ് ഉണ്ട്. ആവറേജ് ഒരു 18 മണിക്കൂറാണ് കേരള ടു ഹൈദരാബാദ് ബസ്സിൽ പോവുകയാണെങ്കിൽ സ്ലീപ്പർ ബസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ നിങ്ങളെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് നേരെ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഫ്രഷപ്പും ചെയ്ത് ആഫ്റ്റർനൂണൊക്കെ നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങും. ഒരു സിറ്റി ടൂറാണ് കവർ ചെയ്യുക. ഇതിൽ ഹുസൈൻ സാഗർ ലേക്ക്, അതിലെ ബോട്ടിങ്, ലുംബിനി പാർക്ക്, അതിലെ ലേസർ ഷോ, അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് അമർജ്യോതി മൊന്യൂമെൻറ്റ്, അതേപോലെ തെലങ്കാന സെക്രട്ടേറിയറ്റ്, NTR ഗാർഡൻ, അംബേദ്കർ സ്റ്റാച്ചു, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നൈറ്റ് നമുക്ക് ഹുസൈൻ സാഗർ ലേക്ക് സൈഡിലൂടെ ഒരു നൈറ്റ് വാക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കവർ ചെയ്ത് നമ്മൾ റിട്ടേൺ റൂമിലേക്ക് തന്നെ വന്ന് റൂമിൽ നമുക്ക് ഡിന്നറും സ്റ്റേയും ആയി റൂമിൽ തന്നെ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം രാമോജിയിലേക്ക് ഇറങ്ങും. ഹൈദരാബാദ് ടൗണിൽ നിന്ന് നമുക്കൊരു 1 hour ഡ്രൈവ് വരുന്നുണ്ട് രാമോജിയിലേക്ക്. ഫുൾ ഡേ നമുക്ക് രാമോജി എക്സ്കർഷനാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ പല പല സിനിമകളുടെ സെറ്റുകളും അവിടെ തീം പാർക്കുകളും അതേപോലെ ഡ്രാമാസും ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്ന് കിടക്കുന്ന രാമോജി നമുക്കൊരു ഫുൾ ഡേ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ് നമ്മൾ റിട്ടേൺ നമ്മൾ റൂമിലേക്ക് തന്നെ വരുന്നു. റൂമിൽ വന്ന് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് അന്നും അവിടെ സ്റ്റേ ചെയ്യുന്നു. പിന്നെ 3ാമത്തെ ദിവസം നമുക്ക് ബാക്കി ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് ഗോൽക്കൊണ്ട ഫോർട്ട്. മനോഹരമായ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ മുകളിൽ കയറിയിരുന്ന് നമുക്ക് 360 വ്യൂവിൽ ഹൈദരാബാദ് ടൗൺ കാണാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് 7 ടോംസ്, ചൗമല്ല പാലസ്, പിന്നെ ഹൈദരാബാദിൻ്റെ മുഖചിത്രമായ ചാർമിനാറിൻ്റെ ചുറ്റുമുള്ള ലാഡ് ബസാർ, മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയ മക്ക മസ്ജിദ്, ഇതെല്ലാമാണ് അന്നത്തെ പ്രത്യേക സൈറ്റ് സീനുകൾ. ഇതെല്ലാം കവർ ചെയ്ത് നമ്മൾ ലാഡ് ബസാറിന് പർച്ചേസൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ശേഷം നമ്മൾ നേരെ നിങ്ങളെ എയർപോർട്ടാണെങ്കിൽ എയർപോർട്ടിലേക്കും അതേപോലെ തന്നെ ബസ് സ്റ്റേഷനാണെങ്കിൽ ബസ് സ്റ്റേഷനിലേക്കും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. അതോടെ നമ്മൾ ഹൈദരാബാദ് ട്രിപ്പ് കംപ്ലീറ്റ് ആയി. അതാണ് നമ്മളൊരു 3 day 2 night നോർമൽ ഹൈദരാബാദ് പാക്കേജ്. അപ്പോൾ ഹൈദരാബാദ് നമുക്ക് 3 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ ഒരു സിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് 3 night ആണെങ്കിൽ 3 night സ്റ്റേ, ഇനി 2 night ആണെങ്കിൽ 2 night സ്റ്റേ, 3 day ട്രാൻസ്പോർട്ടേഷൻ, അതിലെ എല്ലാ സൈറ്റ് സീയിങ് എൻട്രി ടിക്കറ്റുകൾ, അതിൽ മലയാളി ടൂർ കോർഡിനേറ്റർ, അതേപോലെ രാമോജി ഫെലിസിറ്റി എൻട്രി ടിക്കറ്റ്, ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എല്ലാം നമുക്ക് ഇൻക്ലൂഡാണ്. അപ്പോൾ കൂടുതൽ അറിയാനും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നമ്മളെ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.